നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. വിദ്യാർത്ഥിക്ക് SFI നേതാവിന്റെ തെറിവിളിയും ഭീഷണിയും. SFIയിൽ നിന്ന് AISFൽ ചേർന്ന യുവാവിനാണ് ഇത്തരത്തിൽ SFI നേതാവിൽ നിന്നും തെറിവിളിയും ഭീഷണിയും നേരിടേണ്ടി വന്നത്. പുനലൂർ SN കോളേജ് SFI യൂണിറ്റ് പ്രസിഡന്റ് ആയിരുന്ന വിഷ്ണു മനോഹരനാണ് ഈ അവസ്ഥ നേരിടേണ്ടി വന്നത്. SFI ജില്ലാ കമ്മിറ്റി അംഗമായ ആരോമൽ ഭീഷണിപ്പെടുത്തിയെന്നാണ് വിഷ്ണുവിന്റെ ആരോപണം. ഫോണിലൂടെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ഓഡിയോ പുറത്തുവന്നു. കുറച്ചു ദിവസമായി SN കോളേജിലെ SFI നേതാക്കളിൽ നിന്ന് സംഘടനാ വിരുദ്ധമായ നടപടികളും നിലപാടുമുണ്ടായി. ഇത് ചോദ്യം ചെയ്ത് തന്നെ അവർ ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്ന് വിഷ്ണു പറഞ്ഞു. SFIക്കെതിരെ സംസാരിച്ചാൽ KSRTC സ്റ്റാൻഡ് മുതൽ വീട് വരെ അടിക്കുമെന്നാണ് തന്നെ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. വീട്ടിൽ കയറി വീട്ടുകാരെ മുന്നിലിട്ടും ചെവിക്കൽ അടിച്ചു പൊട്ടിക്കുമെന്നും ചോദിക്കാൻ വരുന്നവരുടെ മൂക്കാമണ്ട അടിച്ചു പൊട്ടിക്കുമെന്നും പറയുന്നുണ്ട്. സംഘടനാ വിരുദ്ധ നടപടികൾ മടുത്താണ് SFI വിട്ട് AISFൽ ചേർന്നതെന്നും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന് ഭീഷണിയാണ് മറുപടിയെന്നും വിഷ്ണു മനോഹരൻ പറഞ്ഞു. അതേസമയം CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന് ഭീഷണിയുമായി കോഴിക്കോട്ടെ CPM പ്രവർത്തകൻ രംഗത്ത് വന്നിരിക്കുകയാണ്. TP രഞ്ജിഷ് കല്ലാച്ചി എന്നയാളാണ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ഭീഷണിയുമായി രംഗത്ത് വന്നിരിക്കുന്നത്. നാദാപുരത്തെ CPM പ്രവർത്തകരുടെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായി MLA മന്ത്രിയുമായ നീ SFIക്ക് ക്ലാസ് എടുക്കാൻ വരരുതെന്നും ഇനിയും ജൽപ്പനങ്ങൾ പുറത്തെടുത്താൽ കണക്ക് ചോദിക്കുന്നത് SFI ആയിരിക്കില്ലെന്ന് ഓർത്താൽ നല്ലതെന്നുമാണ് ഫേസ്ബുക്ക് പോസ്റ്റിൽ പറയുന്നത്. ആ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെയാണ്: നാദാപുരത്തെ CPM പ്രവർത്തകരുടെ ആത്മസമർപ്പണത്തിന്റെ ഭാഗമായി MLA മന്ത്രിയുമായ നീ SFIക്ക് ക്ലാസ് എടുക്കാൻ വരരുത്. അടിയന്തരാവസ്ഥയുടെ ഇരുണ്ട നാളുകളിൽ നീ നടത്തിയ ജൽപ്പനങ്ങൾ ഇനിയും നീ പുറത്തെടുത്താൽ കണക്ക് ചോദിക്കുന്നത് SFI ആയിരിക്കില്ല, ഓർത്താൽ നല്ലത് എന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെയുള്ള ഭീഷണി. അതേസമയം മറ്റൊരു വാർത്ത കൂടി നോക്കാം. തിരുവനന്തപുരം കിളിമാനൂർ നഗരൂരിൽ DYFI യൂത്ത് കോൺഗ്രസ് സംഘർഷത്തിൽ 7 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇന്നലെ രാത്രി 7 മണി കഴിഞ്ഞാണ് സംഭവം ഉണ്ടായത്. നേരത്തെ ഉണ്ടായ വാക്ക് തർക്കത്തിനോടനുബന്ധിച്ചാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിലൊരു സംഘർഷം ഉണ്ടായത് എന്നാണ് പ്രാഥമിക വിവരം. സംഘർഷാവസ്ഥ കണക്കിലെടുത്ത് വൻ പോലീസ് സന്നാഹമാണ് പ്രദേശത്ത് ക്യാമ്പ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.